Once again, all of you, welcome back to my YouTube channel. My name is Sadra. So now we are discussing the second chemistry chapter of class 7 students, and our chapter name is Physical and Chemical Changes. Today we are going to discuss the activity 6 given in your chapter. Okay, so the activity related to burning of magnesium. So physical and chemical changes എന്ന ചാപ്റ്ററിൽ ആറാമത്തെ ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്നത് മഗ്നീഷ്യം റിബണിന്റെ ഒരു ബേണിംഗ് ആണ്. ഓക്കെ, സോ for that activity we need one magnesium ribbon, second one candle. Okay, then the activity is that firstly we need to take one magnesium ribbon and burn it. Okay, ഒരു magnesium ribbon എടുത്ത് എന്ത് ചെയ്യുക, burn ചെയ്യുക. So at that time we can observe that magnesium ribbon burns with a brilliant white flame. ആ മഗ്നീഷ്യം റിബൺ ഒരു വളരെ ഏകദേശം ഈ പൂത്തിരി കത്താൻ അറിയില്ല അതുപോലെയാണ് എന്ത് കത്തുന്നത്, മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുന്നത്. ഓക്കെ, ആ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മഗ്നീഷ്യം റിബണിന്റെ ബേണിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പം ഈ മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും, ഇത് ബേൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ആഷ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ മഗ്നീഷ്യം റിബൺ എങ്ങനെയാണ് ബേൺ ചെയ്യുന്നത്, മഗ്നീഷ്യം റിബൺ ബേൺസ് വിത്ത് എ ബ്രില്യൻ വൈറ്റ് ഫ്ലെയിം. മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു വൈറ്റ് ഫ്ലെയിമില്, ബ്രില്യൻ വൈറ്റ് ഫ്ലെയിമിലാണ് ഈ മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്തത്. ആഫ്റ്റർ ദാറ്റ് ബേണിംഗ് വി വിൽ ഗെറ്റ് ആഷ് ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം ഓക്സൈഡിന്റെ ആഷ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ദിസ് റിയാക്ഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കെമിക്കൽ ചേഞ്ച് ബിക്കോസ് ഫസ്റ്റ് വൺ, ബിഫോർ ദാറ്റ് ബേണിംഗ് ദ സ്റ്റേറ്റ് ഈസ് സോളിഡ്. ഓക്കെ, എങ്ങനെയായിരുന്നു, ഒരു ഹാർഡ് സോളിഡ് ആയിരുന്നു മഗ്നീഷ്യം റിബൺ എന്ന് പറയുന്നത്. പക്ഷേ എന്താ, നമ്മൾ ഇത് ബേൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത്, അതിന്റെ ഒരു ആഷ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പൊ ആ മഗ്നീഷ്യം റിബണും ആഷും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ടും ഒരേ വസ്തുവാണോ, അല്ല, ദേ ആർ എൻറ്റയർലി ഡിഫറെന്റ്. അത് രണ്ടും എന്താണ്, ഡിഫറെന്റ് ആണ്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ ചേഞ്ച് എന്തിനൊരു എക്സാമ്പിൾ ആണ്, ബേണിംഗ് ഓഫ് മഗ്നീഷ്യം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കെമിക്കൽ ചേഞ്ച്. ബേണിംഗ് ഓഫ് മഗ്നീഷ്യം എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. Then we need to represent that reaction in equation form. Okay, ആ റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇക്വേഷൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതേണ്ട ആവശ്യം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ തന്നിട്ടുണ്ട് മഗ്നീഷ്യം പ്ലസ് മഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഓക്സിജൻ. ബേണിംഗ് എന്ന് പറയുമ്പോൾ ആ വസ്തു എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, ഓക്സിജനുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിയാക്ട് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കൊടുക്കുന്നത് ആര്. ഓക്കെ, ഈ ആരോടെ മീനിങ് എന്ന് പറഞ്ഞാൽ ബിക്കംസ്. ഓക്കെ, ഈ ആരോടെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബിക്കംസ് എന്നാണ് ഈ ആരോ ഇവിടെ ഇട്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം ഈ മഗ്നീഷ്യവും ഓക്സിജനും റിയാക്ട് ചെയ്ത് എന്തായി മാറുന്നു, എന്താണ് നമുക്ക് കിട്ടുന്നത്, ബിക്കംസ്. ഓക്കെ, അതാണ് എന്തിന്റെ അർത്ഥം, ഈ ആരോ ഇവിടെ കൊടുക്കുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫോം ചെയ്യുന്നത് എന്താണ്, മഗ്നീഷ്യം ഓക്സൈഡ്. വി വിൽ ഗെറ്റ് മഗ്നീഷ്യം ഓക്സൈഡ്. അപ്പം ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്താ, വേർഡായിട്ട് അതിന്റെ പേര് എഴുതിയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം, അതിന്റെ ഫോർമുലാസും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. സോ മഗ്നീഷ്യം Mg പ്ലസ് ഓക്സിജൻ O2 ഗീവ്സ് മഗ്നീഷ്യം ഓക്സൈഡ് MgO. ഇപ്പൊ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇക്വേഷൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബാലൻസ് ചെയ്യേണ്ട ഒരു ആവശ്യകത 7th പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, അതൊരു ഇക്വേഷൻ ഫോമിലോട്ട് എഴുതേണ്ട ആവശ്യകത മാത്രമേ ഉള്ളൂ. സോ മഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്നു, മീൻസ് മഗ്നീഷ്യം എന്ത് ചെയ്യുന്നു, ബേൺ ചെയ്യുന്നു. അപ്പം ബേൺ ചെയ്യിക്കാൻ അല്ലെങ്കിൽ ബേൺ ചെയ്യാൻ ആവശ്യമായ ഒരു ഗ്യാസ് ആണ് എന്ന് പറയുന്നത് ഓക്സിജൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീവ്സ് എന്താണ്, മഗ്നീഷ്യം ഓക്സൈഡ്. ഓക്കെ, മഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം മഗ്നീഷ്യം ഓക്സൈഡ്. So this magnesium oxide and magnesium are entirely different. They are entirely different. So this reaction is an example of chemical change. Then അതിന്റെ ഫോർമുലാസ് ഉപയോഗിച്ച് നമ്മൾ എഴുതുന്നതാണ്. മഗ്നീഷ്യത്തിന്റെ സിമ്പിൾ ആണ് എന്ത്, Mg. ഓക്സിജൻ ആണെങ്കിൽ O2 ഗീവ്സ് എന്തായി മാറുന്നു, MgO. ഈ MgO ആണ് ഇവിടുത്തെ എന്തെന്ന് നമ്മൾ പറയുന്നത്, ആഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്തിനൊരു എക്സാമ്പിൾ ആണ്, ഒരു കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. ഇനി അവിടെ പറയുന്നതെന്ന് വെച്ചാൽ യു നീഡ് ടു ഡിസോൾവ് ദിസ് മഗ്നീഷ്യം ഓക്സൈഡ് ഇൻ വാട്ടർ. ഓക്കെ, യു നീഡ് ടു ഡിസോൾവ് ദിസ് മഗ്നീഷ്യം ഓക്സൈഡ് ഇൻ വാട്ടർ. ആ മഗ്നീഷ്യം ഓക്സൈഡിന്റെ ആഷ് എന്ത് ചെയ്യണം, വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കണം. വി നീഡ് ടു ഡിസോൾവ് ദാറ്റ് മഗ്നീഷ്യം ഓക്സൈഡ് ഇൻ വാട്ടർ. ദെൻ ദ followingly we need to
ഡിപ്പ് 1 റെഡ് ലിറ്റ്മസ് ആൻഡ് ബ്ലൂ ലിറ്റ്മസ്. അതിനകത്ത് എന്താ ഡിപ്പ് ചെയ്ത് നോക്കണം? റെഡ് ലിറ്റ്മസും ബ്ലൂ ലിറ്റ്മസും ഡിപ്പ് ചെയ്ത് നോക്കണം. അപ്പൊ ലിറ്റ്മസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിറ്റ്മസ് എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്റർ ആണ്. അപ്പം ഇത് നമ്മൾ ഇതിൽ ഡിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ നേച്ചർ അറിയാൻ വേണ്ടിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ലിറ്റ്മസ് അതിൽ ഡിപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ മഗ്നീഷ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിന്റെ അടുത്തൊരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പം അതിന്റെ ഫസ്റ്റ് എന്താണ്? മഗ്നീഷ്യം ഓക്സൈഡ് പ്ലസ് വാട്ടർ. Okay, magnesium oxide plus water, we will get magnesium hydroxide. അപ്പൊ മഗ്നീഷ്യവും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് ഫോം ചെയ്യുന്ന വസ്തു എന്താണ്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഈ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന വസ്തുവിനെ പറ്റിയിട്ട് നമ്മൾ ഫസ്റ്റ് കെമിസ്ട്രി ചാപ്റ്റർ ആയ ആസിഡ് ബേസ് ആൻഡ് സാൾട്ട് എന്നതിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം വസ്തു എന്താണ്? ബേസിക് ആണ്. അപ്പം മഗ്നീഷ്യം ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അത് എന്തായി മാറുന്നു? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുന്നു. അപ്പൊ അതിന്റെ നേച്ചർ എന്താണ്? ഡിപ്പ് ചെയ്യാണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് പറയാൻ സാധിക്കും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബേസ്. അല്ലെ, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ബേസ് ആണ്. അപ്പൊ ആ ഒബ്സർവേഷൻ എന്തായിരിക്കണം? നമ്മളൊരു റെഡ് ലിറ്റ്മസ് പേപ്പർ ഇതിലോട്ട് ഡിപ്പ് ചെയ്യണമെങ്കിൽ അത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ബ്ലൂ കളറിലേക്ക് ചേഞ്ച് ചെയ്യണം. ഇഫ് യു ഡിപ്പ് എ റെഡ് ലിറ്റ്മസ് പേപ്പർ ഇൻ ദിസ് സൊല്യൂഷൻ ഇറ്റ് വിൽ ടേൺസ് ബ്ലൂ. ഓക്കെ, റെഡ് ലിറ്റ്മസ് ആണ് നമ്മൾ അതിൽ ഡിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? ബ്ലൂ കളറിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇഫ് ദാറ്റ് റെഡ് ലിറ്റ്മസ് കൺവേർട്ടിംഗ് ടു ബ്ലൂ ഇൻഡിക്കേറ്റ് ദാറ്റ് സൊല്യൂഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബേസ്. ഓക്കെ, അപ്പം ഈ റെഡ് ലിറ്റ്മസ് ബ്ലൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നെങ്കിൽ അത് എന്താണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആ തന്നിരിക്കുന്ന സൊല്യൂഷൻ എന്താണ്? ബേസ് ആണ് എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മഗ്നീഷ്യം ഇതെന്താണ്? നമ്മൾ വേർഡ് ഇക്വേഷൻ അക്ഷരം എല്ലാം നിരത്തിയിൽ എഴുതി. ഇനി നമുക്ക് അതിന്റെ എന്താ ചെയ്യാം? സിമ്പിൾ ഫോമിലേക്ക് കൂടി ഒന്ന് എഴുതാം. മഗ്നീഷ്യം ഓക്സൈഡ് MgO പ്ലസ് വാട്ടർ H2O. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിന്റെ ഫോമിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. MgOH ടോയ്സ്. ഓക്കെ, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ നമുക്കറിയാം എന്താണ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബേസ്. അപ്പം റെഡ് ലിറ്റ്മസ് ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് കളറിലേക്ക് കൺവേർട്ട് ചെയ്യണം? ബ്ലൂ കളറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ബ്ലൂ ലിറ്റ്മസ് ആണ് ഡിപ്പ് ചെയ്യണമെങ്കിൽ അവിടെ എന്തില്ല? ഒരു കളർ ചേഞ്ച് കാണിക്കത്തില്ല. സോ വി ക്യാൻ കൺഫേം ദാറ്റ് സൊല്യൂഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബേസ്. ഓക്കെ, അതെന്താണ് നമുക്ക് കൺഫേം ചെയ്യാം? അതൊരു ബേസ് ആണ് എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും. ഇതാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ 6ാമത്തെ ആക്ടിവിറ്റി ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പം ബേണിംഗ് ഓഫ് മഗ്നീഷ്യം എന്ന് പറയുമ്പോൾ ഫസ്റ്റ്ലി വി നീഡ് 1 മഗ്നീഷ്യം റിബൺ, സെക്കൻഡ് ഫ്ലെയിം. So after that burning we will get ash of magnesium oxide. So that reaction is an example of chemical change. Okay, അതെന്താണ്? ഒരു കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. കാരണം മഗ്നീഷ്യം ഓക്സൈഡിന്റെയും പ്രോപ്പർട്ടീസിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് എന്താന്ന് പറയുക? ഒരു കെമിക്കൽ ചേഞ്ച് ആണ് എന്ന് പറയുന്നത്. ബിക്കോസ് there is a new product. മഗ്നീഷ്യം അല്ല എന്ത്? മഗ്നീഷ്യം ഓക്സൈഡ്. അതെന്താണ്? ഒരു ന്യൂ പ്രോഡക്റ്റ് ആണ്. ഇപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കെമിക്കൽ ചേഞ്ചിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണ്? ന്യൂ പ്രോഡക്റ്റ് കിട്ടുമെങ്കിൽ അത് എന്തായിരിക്കണം? ഒരു കെമിക്കൽ ചേഞ്ച് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മഗ്നീഷ്യം ഓക്സൈഡ് നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല? മഗ്നീഷ്യത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. എന്താണത്? ഇറിവേഴ്സിബിൾ ആണ്. അല്ലെ, അത് എന്തായി നടന്നൊരു റിയാക്ഷനോ പെർമനന്റ് ആയിട്ട് നടന്നൊരു റിയാക്ഷനോ ആയതുകൊണ്ട് ദാറ്റ് ബേണിംഗ് ഓഫ് മഗ്നീഷ്യം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കെമിക്കൽ ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാം? കൺഫേം ചെയ്ത് പറയാൻ സാധിക്കും. ഇനി നമ്മളോട് എന്താ പറയുന്നത്? മഗ്നീഷ്യം ഓക്സൈഡിനെ എന്തിൽ ഡിസോൾവ് ചെയ്യിക്കണം? വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക? റെഡ് ലിറ്റ്മസോ ബ്ലൂ ലിറ്റ്മസോ അതിനകത്ത് ഡിപ്പ് ചെയ്ത് നോക്കണം. റെഡ് ലിറ്റ്മസ് ഡിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു? ബ്ലൂ കളറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. കാരണം മഗ്നീഷ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്നതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിന്റെ നേച്ചർ എന്താണ്? ബേസിക് നേച്ചർ ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ആണ്. ഇത്രയുമാണ് നിങ്ങൾക്ക് 6ാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിരിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.